നമ്മുടെ MEG 10 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം ബീയിങ് ദ ലാംഗ്വേജ് ഓഫ് ദി കൊളനൈസർ, ഇംഗ്ലീഷ് ഈസ് ടുഡേ എ ലാംഗ്വേജ് ഓഫ് പവർ ആൻഡ് പ്രിവിലേജ്. എക്സ്പ്ലെയിൻ. ഇംഗ്ലീഷ് കെയിം ടു ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഫസ്റ്റ് തന്നെ എന്താണ്, ഇംഗ്ലീഷ് ഒരു കൊളനൈസറിൻ്റെ ലാംഗ്വേജ് ആണ് എന്നുള്ള കാര്യം, അതെങ്ങനെയായി എന്നുള്ള കാര്യം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇന്ത്യയിലേക്ക് വന്ന കാര്യം, മക്കാലെ സ്മിത്ത് അതിൻ്റെ കാര്യം എഴുതണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ഇവിടെ നിർബന്ധമാക്കി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുക. എന്നിട്ട് ഇന്നത്തെ ഒരവസ്ഥ, ഇന്നിപ്പോൾ എന്താ, ടുഡേ ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് പവർ ആൻഡ് പ്രിവിലേജ്. ഇന്നിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആ ഒരു സുപ്പീരിയോറിറ്റി എന്തോരമാണ് എന്നുള്ള കാര്യം, ഇപ്പോൾ മീഡിയാസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും, അതുപോലെ സ്കൂളിലും എന്താ പറയുക, ഇംഗ്ലീഷ് മീഡിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ അവസ്ഥയും എഴുതാം. അപ്പോൾ ഇതാണ്, ഈ ഒരു ആൻസറാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസറിലോട്ട് പോയി നോക്കാം. ഇംഗ്ലീഷ് കെയിം ടു ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആൻഡ് വാസ് ഇനീഷ്യലി ദ ലാംഗ്വേജ് ഓഫ് കൊളനൈസേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം കൊളനൈസേഴ്സിൻ്റെ ലാംഗ്വേജ് ആയിരുന്നു. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് മെയിൻലി ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ് ആൻഡ് ടു ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് ഇന്ത്യൻസ് ഹു കുഡ് അസിസ്റ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ എന്തിനായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ ഇവിടെ നമ്മൾ പഠിപ്പിച്ചത് എന്തിനായിരുന്നു? കാരണം അവർക്ക് ചീപ്പ് ലേബേഴ്സിന് ആവശ്യമുണ്ട്. അവരുടെ ഓഫീസുകളിലും ഇന്ത്യയിലെ ഓഫീസുകളിലെല്ലാം പണിയെടുക്കാൻ ആൾക്കാർ ആവശ്യമുണ്ട്. ചെറിയ പൈസയിൽ പണിയെടുക്കാൻ ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ ആ ആൾക്കാർ ഇന്ത്യൻസിനെ എടുക്കുമ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ, ഇന്നമാതിരി ചെയ്യണമെന്ന്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഇന്ത്യക്കാരെ പഠിപ്പിച്ചു. അത്രേ ഉള്ളൂ. ഹവെവർ, ഓവർ ടൈം English has transformed from a colonial language into a global language of power, prestige and opportunity. അപ്പോൾ പയ്യെ എന്താണ്, ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞതോടുകൂടി ഇത് ആദ്യത്തൊരു കൊളോണിയൽ ലാംഗ്വേജ് ആയിരുന്നു, അല്ലെങ്കിൽ ഓക്കെ ബ്രിട്ടീഷുകാരുടെ ലാംഗ്വേജ് ആയിരുന്നു. ഇപ്പോൾ അത് ഒരു ലാംഗ്വേജ് ഓഫ് പവറാണ്, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ലാംഗ്വേജാണ്, യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. ആ കാര്യങ്ങളൊക്കെ എഴുതാം. ഇംഗ്ലീഷ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ദ കൊളനൈസർ. അപ്പോൾ അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് പണ്ടത്തെ കാര്യം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മക്കാലെ സ്മിത്തിൻ്റെ കാര്യം എഴുതാം. മക്കാലെ സ്മിത്തിൽ മെയിൻ എയിം എന്തായിരുന്നു? ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ് ആൻഡ് ഇൻ്റലക്ട്. എന്താ, ഇന്ത്യക്കാർ എന്ന് പറയുന്നത് അവർ ഇന്ത്യൻ ആയിക്കോട്ടെ, ബ്ലഡിലും കളറിലൊക്കെ ഒരു ഇന്ത്യൻ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ചിന്താഗതികൾ ബ്രിട്ടീഷുകാരുടെ പോലെ ആവണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അവർക്ക്. ഇംഗ്ലീഷ് ബിക്കെയിം ദ ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലോ, ഹയർ എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ്. ആസ് എ റിസൾട്ട് ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് കൊളോണിയൽ ഡോമിനേഷൻ ആൻഡ് കൾച്ചറൽ സുപ്പീരിയോറിറ്റി. അപ്പോൾ ആദ്യം ഇതൊരു കൊളോണിയൽ ഡോമിനേഷൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇതെന്നുള്ളത് പ്രത്യേകം എടുത്തെഴുതുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫേസസ് ഒക്കെ എഴുതാം. ഫേസ് 1 എങ്ങനെയായിരുന്നു, ഫേസ് 2 എങ്ങനെയായിരുന്നു, ഇംഗ്ലീഷ് വന്ന ആ ഒരു ഫേസസ് ഇല്ലേ, അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഫേസ് 1 ഈ പറയുന്ന പോലെ എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു, അവർക്കിവിടെ കൺട്രോൾ കിട്ടി, പിന്നെ ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുത്തു. അങ്ങനെ മിഡിൽ ക്ലാസ്സിനും പഠിപ്പിച്ചു. മറ്റേ ഡൗൺവേർഡ് ഫിൽട്രേഷനൊക്കെ ഇല്ല, ആദ്യം തന്നെ മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ്സിന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പിന്നെ ലോവർ ക്ലാസ് എപ്പോഴും മറ്റവരെ അഡ്മയർ ചെയ്യും അപ്പർ ക്ലാസ്സിന്, അപ്പോൾ അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു. അങ്ങനെ ഓക്കെ. പിന്നെ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ ഐഡിയാസ് ലൈക്ക് റിഫോർമേഷൻ ആൻഡ് ഓൾ. അപ്പോൾ ആ കാര്യങ്ങൾ അതാണ് ഫേസ് 1 1800 to 1857 ആണ്. 1857 to 1880 എന്താ സംഭവിച്ചത്? അതാണ് ഫേസ് 2. അതിൽ ബ്രിട്ടീഷ് സ്പ്രെഡ് മോർ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററേച്ചർ. കൂടുതലും ലിറ്ററേച്ചറിൽ എഡ്യൂക്കേഷനിലൊക്കെ ബ്രിട്ടീഷുകാർ അവരുടെ ലാംഗ്വേജ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങിയൊരു സമയമാണ് ഈ പറയുന്ന 1857 മുതൽ 1880 ഫേസ് 2. ഫേസ് 3 എന്താണ് സംഭവിച്ചത്? ഈ ഒരു നാഷണൽ മൂവ്മെൻ്റ് ആയിരുന്നു. ഈ സമയത്ത് ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് അടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ആൾക്കാർ അവരവരുടെ ലാംഗ്വേജിൽ തന്നെ എഴുതാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരെ മൊത്തത്തിൽ ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ, അവരുടെ ലാംഗ്വേജ് വേണ്ട, ഒരു കുന്തവും വേണ്ട എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ പോയൊരു ടൈമാണ് ഫേസ് 3 എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് 4 ആയപ്പോൾ പിന്നെയും എന്താ പറയുക, ആ ലാംഗ്വേജിന് ആ സുപ്പീരിയർ പവർ കിട്ടിയൊരു സമയമാണ് ഫേസ് 4. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇംഗ്ലീഷ് ബിക്കം സ്ട്രോങ്ങർ അഗെയിൻ. ഇറ്റ് ബിക്കം ലാംഗ്വേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ജോബ്സ്, മീഡിയ, പ്രസ്റ്റീജ്, അർബൻ സക്സസ്. അപ്പോൾ പിന്നെ അതൊരു ഹയർ ലാംഗ്വേജ് ആയിട്ട് മാറി. പിന്നെയും അതിൻ്റെ ആ ഒരു പ്രസ്റ്റീജ് എല്ലാം തിരിച്ചു കിട്ടി. സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇവിടെ ഒരുപാട് വന്നു തുടങ്ങി. ഇപ്പോഴും ഉണ്ട്, സ്റ്റിൽ ഇപ്പോഴും എത്രത്തോളം എന്താണ് സ്പോക്കൺ എന്താണ് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണുള്ളത്. ഇംഗ്ലീഷ് ബിക്കെയിം പോപ്പുലർ
ഈവൻ ഇൻ സ്മോൾ ടൗൺസ്, ചെറിയ ടൗൺസിൽ പോലും ഇംഗ്ലീഷ് ഭയങ്കര പോപ്പുലറായിട്ട് മാറി. ഓക്കെ, ആ കാര്യം നിങ്ങൾ എഴുതാം, 4 ഫേസസ്. ഇനി ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഓഫ് പവർ. ടുഡേ ഇംഗ്ലീഷ് ഈസ് കൺസിഡേർഡ് എ ലാംഗ്വേജ് ഓഫ് പവർ ബിക്കോസ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, നല്ല സ്കൂൾസും യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മീഡിയം ഇംഗ്ലീഷ് തന്നെയാണ്. ഇനി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, നല്ല ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയണം. ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരുമായിട്ട്, മറ്റു അബ്രോഡുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലിങ്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉള്ള ഇംഗ്ലീഷ് ആണ്. അപ്പോൾ അതായത് സോഷ്യൽ സ്റ്റാറ്റസ്, ഇംഗ്ലീഷ് അറിയുന്നവരെ എപ്പോഴും സൊസൈറ്റിയിൽ കുറച്ചും കൂടി ഹൈ ലെവലിലാണ് കാണുക. ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഓഫ് പ്രിവിലേജ്. English also creates inequalities, educational divides. Students from English medium schools generally enjoy advantages over those educated in regional languages. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക പ്രിവിലേജ് കൂടുതൽ കിട്ടിയതുപോലെയാണ്. എക്കണോമിക് ഇനീക്വാലിറ്റിയുടെ കാര്യത്തിലും എന്താണ് ആക്സസ് ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഈസ് ഓഫൺ ലിങ്ക്ഡ് ടു ഇവൻ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് പോലും. തീരെ പൈസ ഇല്ലാത്ത വളരെ പാവപ്പെട്ട സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ആക്സസ് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു പീപ്പിൾ ഹൂ ഹാവ് മോർ മണി. കൾച്ചറൽ ഡോമിനൻസ്, നല്ല ഭയങ്കര എന്താ പറയുക പോളിഷ്ഡ് ആയിട്ടുള്ള കൾച്ചറുള്ളവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. എലൈറ്റ് ഐഡൻറ്റിറ്റി, അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും വലിയ ആൾക്കാരെ അതിലും ഇംഗ്ലീഷ് വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും കൾച്ചറും എന്താ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.